അങ്ങനെ ഗബ്രി എന്ന കോംബോ ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും ചർച്ച ചെയ്ത പോലെ ഇന്ന് ഗബ്രി ഔട്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ബിഗ് ബോസിൽ തന്നെ ഏറ്റവും നല്ലൊരു എവിക്ഷൻ ആയിരുന്നു ഇന്ന്. പ്രേക്ഷകർ അത്രയും ആഗ്രഹിച്ച ഒരാളായിരുന്നു പുറത്തു പോയത്. കാരണം ഇന്ന് എല്ലാവരും ഗബ്രി പോയതിന്റെ സന്തോഷത്തിലാണ്. എനിക്ക് തോന്നുന്നു ഇതുവരെ അത്രയും ഹാപ്പിനെസ് നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും കുറെ പേര് ഔട്ട് ആയിട്ടുണ്ട്. മുൻ സീസണുകളാണെങ്കിൽ പോലും കുറെ പേര് ഇങ്ങനെ ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ ഇത്രയും നമ്മുടെ ജനങ്ങൾ ഇങ്ങനെ ഒരു ആഘോഷിച്ച ഒരു നിമിഷം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം എല്ലാരും കാത്തിരുന്ന ഒരു സമയമായിരുന്നു ഈ ഗബ്രി ഔട്ട് ആവുന്നത്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു കോമ്പോസ് ഒക്കെ വരികയാണെങ്കിൽ നെഗറ്റീവ് അടിക്കുകയാണെങ്കിൽ കൂടുതലും ഗേൾസിനായിരിക്കും ആ നെഗറ്റീവ് കൂടുതൽ. ബോയ്സ് എന്നാലും കുഴപ്പമില്ലാതെ അവിടെയൊക്കെ നിൽക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ജാസ്മിൻ ഗബ്രി എന്ന ഒരു കോംബോയില് ജാസ്മിന് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട്. ഗബ്രിക്കായിരുന്നു ഫുൾ നെഗറ്റീവ്. അത് ഒരുപക്ഷെ ഗബ്രി എന്നൊരു ക്യാരക്ടറിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഗബ്രിക്ക് പ്രേക്ഷകരെ അധികം ഇഷ്ടപ്പെടുത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഗബ്രിനെ എല്ലാരും ഇങ്ങനെ വെറുക്കപ്പെട്ടത്. എന്തായാലും ഗബ്രി ഔട്ടായി. പിന്നെ ഇന്ന് നടന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ജാസ്മിൻ അവിടെ ആകെ കരഞ്ഞു കരഞ്ഞ് തളർന്നു എന്നാണ് പറയാൻ വേണ്ടി. ചില സമയത്ത് എനിക്ക് തോന്നി കരയാണോ ചിരിക്കാണോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നിയായിരുന്നു. അപ്പൊ ഞാൻ അതേക്കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പൊ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. നമുക്ക് അതിൽ വീഡിയോ ഇട്ട് പോവാം. അപ്പൊ ഇന്ന് ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ എവിക്ഷൻ പ്രക്രിയയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ജാസ്മിൻ, ഗബ്രി, അതുപോലെ തന്നെ അൻസിബിയും ഋഷി ഇവര് നാലോടും എണീറ്റ് നിൽക്കാൻ പറയുന്നുണ്ട്. ബാക്കി എല്ലാവരോടും ഇരിക്കാൻ പറയുന്നുണ്ട്. ബാക്കി അവരുടെ കാര്യം നാളെ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്, ബിഗ് ബോസ് പറയും നിങ്ങൾ ഒരാള് ഇന്ന് പുറത്ത് പോവും, ഒന്നോ രണ്ടോ പേരെ പുറത്ത് പോവും, ആരാന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ആരായിരിക്കും പുറത്തോട്ട് പോകാന്ന്. അപ്പൊ എല്ലാരും പറയുന്നത് അൻസിബയുടെ പേരാണ്. കാരണം അൻസിബയാണ് ബാക്കി എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ കുറച്ച് വീക്ക് ആയിട്ടുള്ള. പിന്നെ അൻസിബയ്ക്ക് വീട്ടിൽ പോകണം എന്ന് പറയുന്ന ഒരു കാരണമായിട്ട് നമ്മുടെ വീട്ടുകാർ പറയുന്നുണ്ട്. അപ്പൊ വീട്ടുകാരെല്ലാവരും ഉറപ്പിച്ചു പോവുകയാണെങ്കിൽ അൻസിബയാണ് പോകുന്നത്. പിന്നെ നമ്മുടെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നിക്കണം. അൻസിബയും പറയുന്നുണ്ട് എനിക്കിപ്പോ പോകണം തോന്നുന്നില്ല എന്നുള്ള കാര്യം. ഗബ്രിയും പറയുന്നുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ പോവില്ലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് വന്ന് പറയും അതുപോലെ നിങ്ങൾ ചെയ്യാം. അവസാനം ആരാണ് പുറത്ത് വരുന്നത് എന്റെ അടുത്തോട്ട് വരാൻ ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ പിന്നെ ബിഗ് ബോസ് വരികയാണ്. ബിഗ് ബോസ് വന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് ഇവിടെ ഒരാൾക്ക് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അപ്പൊ ഇന്ന് അതിനുശേഷം അവർക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഏതാണോ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലം അവിടെ പോയി ഇരിക്കാന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ജാസ്മിൻ ഗബ്രിക്കൊക്കെ ഇങ്ങനെ ഏകദേശം മനസ്സിലായിട്ടോ. കാരണം അവരുടെയാണല്ലോ ആ സ്ഥലം കുറച്ച് ഫേമസ് ആയത്. ഈ വാഴത്തോട്ടത്തിനടുത്തുള്ള സെറ്റിക്കകത്താണല്ലോ അവർ എപ്പോഴും ഇരിക്കുന്നത്. അപ്പൊ നമുക്കുള്ള പണിയാണോ എന്നൊക്കെ തോന്നി അവർക്ക് അപ്പോഴേ തന്നെ ഒന്ന് തോന്നിയായിരുന്നു കേട്ടോ. പിന്നെ പക്ഷെ അൻസിബ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് അൻസിബ ഔട്ട് ആവുന്നതാണ്. അപ്പൊ അൻസിബ പിന്നെ അവരുടെ മറ്റേ ഡെൻ റൂം ആണല്ലോ മറ്റേ യെല്ലോ കട്ടില്ല അൻസിബയുടെ പ്രത്യേകത. അപ്പൊ അവർ രണ്ടുപേരും അങ്ങോട്ടേക്കും പോയി. എന്നിട്ട് നമ്മുടെ ജബ്രികളാണെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, പറയുന്നുണ്ട് പുറത്ത് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഗബ്രിയാണ് പറയുന്നത് ഞാനാണ് പുറത്ത് പോകുന്നതെങ്കിൽ ഞാൻ ജാസ്മിന്റെ വീട്ടിൽ പോവാം, സംസാരിക്കാം, പേടിക്കേണ്ട, ടെൻഷനൊന്നും ആവണ്ട. പക്ഷെ ഗബ്രിക്കാണെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഗബ്രി പോവില്ല, ജാസ്മിനാണ് പോകുന്നത്. കാരണം പൊതുവെ അങ്ങനെയാണല്ലോ, ഗേൾസിനാണ് കുറച്ചുകൂടെ നെഗറ്റീവ് ഈ കോമ്പോസിൽ വരുന്നത്. അപ്പം ജാസ്മിൻ അങ്ങനെ കൂളായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അഥവാ ഞാനും വിചാരിച്ചു ഭയങ്കര കൂളായിട്ടിരിക്കും. എന്നാലും ജാസ്മിൻ വിചാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു അതൊരു പ്രാങ്ക് പോലെ ആയിരിക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കും ആ സമയത്ത് അങ്ങനെ ഭയങ്കരമായ സങ്കടമൊന്നും കണ്ടില്ല. അവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് ഋഷി ആണെങ്കിൽ ഭയങ്കര ടെൻഷനായി അൻസിബ പോകുന്നുള്ള പേരില് എന്തിനാ ഇവരിങ്ങനെ പറയുന്നത്, ഇവർക്ക് ഇപ്പൊ തന്നെ പറഞ്ഞൂടാ ആരാ പോകുന്നത്. അപ്പൊ അൻസിബ ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്റെ ബ്രദറാണ്, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യും, ഇവിടെ വേറെ ആരുടെ എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഋഷി പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടായിരിക്കും, നീയാണോ പോകുന്നതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവരുടെ കോൺവെർസേഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ പുറത്ത് അതായത് നമ്മുടെ ഗാലറിയിലോട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പൊ 4 പേരും അവിടെ വന്നു. എന്നിട്ട് പറയുന്നുണ്ട് അതിനകത്തൊരു ക്യൂ കാർഡ് ഉണ്ട്, അത് എടുക്കാൻ പറയും. അപ്പൊ അൻസിബ പറയും ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് അൻസിബ എടുക്കും. അപ്പൊ അൻസിബ ആണെങ്കിൽ ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെയാ ചെയ്യുന്നത്. കാരണം അൻസിബയ്ക്ക് ഓൾറെഡി മൈൻഡ് സെറ്റ് ആയി ഞാനാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ വീട്ടുകാരൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ അവരൊക്കെ ഇപ്പൊ അതിപ്പോ അൻസിബ ആയിരിക്കും പോകുന്നത്, ഇപ്പൊ നോക്കാം അൻസിബ തന്നെയാണ് പോകുന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ. എന്നിട്ട് അൻസിബ വന്നിട്ട് സ്ക്രാച്ച് ചെയ്തപ്പോ ഫുൾ സ്ക്രാച്ച് ചെയ്തു. അതിനകത്ത് ഋഷി അൻസിബ എന്ന് മാത്രം അൻസിബ സ്ക്രാച്ച് ചെയ്തു. അപ്പൊ എന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു അത് ഫുൾ സ്ക്രാച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഋഷി കയ്യിൽ പിടിച്ച് ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് ഫുള്ള് സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഋഷി അൻസിബ സേവ്ഡ് എന്ന് കാണിച്ചിട്ടോ.
അപ്പം അൻസിബയുടെ മുഖത്താണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാരണം അൻസിബയ്ക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ സേവ് ആയോ എന്നൊരു ഇതാണ് അൻസിബയുടെ മുഖത്ത്. കാരണം എന്താ പറയാ, അൻസിബ വിചാരിച്ചേക്കുന്നത് അൻസിബയ്ക്ക് സപ്പോർട്ട് ഒന്നുമില്ല, അൻസിബ ഔട്ട് ആവും എന്നുള്ളൊരു അങ്ങനെ ഒരു നിലപാടിൽ തന്നെയാണ് ആള് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ ചിരിയൊന്നും മുഖത്ത് വരുന്നില്ല. ആകെ എന്താ പറയാ, ഒരു ഭയങ്കര നമുക്കൊരു അത്ഭുതത്തോടെ നിൽക്കുന്ന ഒരു പോലെയായിരുന്നു നമ്മുടെ അൻസിബ ഉണ്ടായിരുന്നത്. ഋഷിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഋഷി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ശ്രീരേഖയുടെ മുഖം കണ്ടായിരുന്നു. ശ്രീരേഖയ്ക്ക് കരയണോ അതോ എന്താ പറയാ സങ്കടപ്പെടണോ എന്ന് പറയാത്ത അങ്ങനത്തെ ഒരു രീതിയിലാണ് ശ്രീരേഖ നിൽക്കുന്നത്. കൈയൊന്നും അടിക്കുന്നില്ല. എന്താ ചെയ്യണ്ടേ? വീട്ടുകാരാണ് എന്താ പറയാ, അയ്യോ അൻസിബ പോയില്ലേ, അപ്പൊ ആരാ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയാ, അവർക്കൊരു ഞാന് സാധാരണ നമ്മളിപ്പം എവിക്ഷൻ അല്ലാണ്ട് ഇവിടെ ആയിക്കഴിഞ്ഞാൽ എല്ലാരും ഭയങ്കര സന്തോഷത്തിൽ ക്ലാപ്പ് ഒക്കെ ചെയ്യും. അപ്പൊ അവിടെ അൻസിബയുടെ കാര്യത്തിൽ അവിടെ അങ്ങനെ ഒന്നുമില്ല. കാരണം എല്ലാരും വണ്ടറടിച്ച് നിൽക്കുക. കാരണം ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ ജാസ്മിൻ ഗബ്രിയോ പോകുന്നുള്ളത്. നമ്മുടെ വീട്ടുകാർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. അൻസിബ പോകുന്നാണ് എല്ലാരും വിചാരിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഭയങ്കര എന്താ പറയാ, ഒന്നും ചെയ്യാൻ പറ്റാത്ത മീൻസ് അങ്ങനെ ഭയങ്കരമായിട്ട് വണ്ടറടിച്ചിട്ട് ഇങ്ങനെ പോയില്ലേ, അപ്പൊ അൻസിബയ്ക്ക് ഭയങ്കര ഫാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അൻസിബ വലിയ ആളാണോ പുറത്ത് എന്നൊക്കെ ചിന്തകളാണ് എല്ലാവരും. പ്രത്യേകിച്ച് ശ്രീരേഖയുടെ മുഖം ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ്. ശ്രീരേഖയുടെ മുഖത്ത് ക്ലാപ്പൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ എന്തോ അങ്ങനെ ഒരു ഫേസ് ഒക്കെ വെച്ച് നിൽപ്പുണ്ട്. അതിനുശേഷം അപ്പത്തേക്കും പിന്നെ നമ്മുടെ ജാസ്മിന് കുറച്ച് ടെൻഷനൊക്കെ വന്നു തുടങ്ങി കേട്ടോ. എന്നിട്ട് ജാസ്മിൻ പറയുന്നുണ്ട്, അയ്യോ എനിക്ക് പോകണ്ട, അവരുടെ അടുത്ത് ഇവിടെ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലോട്ട് വരാൻ പറയുന്നത്, എനിക്ക് പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗബ്രി ആണെങ്കിൽ ഭയങ്കര കാം ക്വയറ്റ് ആയിട്ട് ഭയങ്കര വലിയ ഇതൊന്നും നെർവസ് ഒന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നു മുക്കുകൾ പുള്ളി വിചാരിച്ചേക്കുന്നത് ജാസ്മിൻ പോകുമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അപ്പം ഒരു ഇരുട്ടുമുറിയായിരുന്നു കേട്ടോ. ഇരുട്ടുമുറിയപ്പോ ജാസ്മിൻ ആകെ എനിക്ക് പറ്റാക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവിടെ മാർക്കുണ്ട്. അപ്പൊ രണ്ടുപേരും അവിടെ പോയി നിൽപ്പുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ ബിഗ് ബോസ് ആണെങ്കിൽ പറയാൻ തുടങ്ങി, നിങ്ങൾ ഇവിടെ ബിഗ് ബോസിൽ വന്നിട്ടാണ് പരിചയപ്പെട്ടത്, അപ്പൊ നിങ്ങളുടെ സൗഹൃദം തുടങ്ങുന്നത് ഇവിടെ വെച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പത്തേക്കും ജാസ്മിൻ പറഞ്ഞു, അയ്യോ പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്താണ് ജാസ്മിൻ അവിടെ ചിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരുമാതിരി കരയുന്ന പോലത്തെ ഒരു എക്സ്പ്രഷനും വെക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് ശരിക്കും എന്താണ് ജാസ്മിൻ അവിടെ, സങ്കടമാണോ അതോ അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഭയങ്കരമായിട്ട് കരയുന്നതൊക്കെ ഇതാവുന്നുണ്ട്, എനിക്ക് ടെൻഷൻ ആവുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബിഗ് ബോസ് ആണെങ്കിൽ അവരുടെ ഒരു വീഡിയോ കാണിച്ചു, നല്ല സോങ് ഒക്കെ ഇട്ട് സൗഹൃദത്തിന്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ആദ്യം തൊട്ടുള്ള ഇതുവരെയുള്ള എല്ലാ മൊമെന്റ്സും നന്നായിട്ട് ക്യാപ്ചർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടുപേരും. ഇപ്പൊ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിന്ന് കാണുന്നുണ്ട് വീഡിയോസ് ഒക്കെ. എന്നിട്ട് വീണ്ടും കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ രണ്ടുപേരും മാർക്കിലോട്ട് പോയി. എന്നിട്ട് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട്, രണ്ടുപേരും കൂടെ അവിടെ കർട്ടൻ ഉണ്ട്, ആ കർട്ടൻ മാറ്റാൻ പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിനും ഗബ്രി അങ്ങോട്ട് പോയി. എന്നിട്ട് ഗബ്രിയാണ് മാറ്റുന്നത്. അപ്പോഴും ജാസ്മിൻ ഇങ്ങനെ ഭയങ്കര രണ്ടുമായിട്ട് നിൽക്കുന്നുണ്ട്, ഗബ്രി ഇങ്ങനെ ഭയങ്കര കൂളായിട്ടാണ് നിൽക്കുന്നത്. മാറ്റിയപ്പോഴത്തേക്കും നമ്മുടെ ഗബ്രിയുടെ ഫോട്ടോ വരുന്നുണ്ട്, ഗബ്രി എവിറ്റിടുന്നോണ്ട് കാണിച്ചു. പിന്നെ അങ്ങോട്ട് നടക്കുന്നത് ഫുള്ള് നമ്മുടെ ജാസ്മിൻ ആകെ അങ്ങ് എന്താ പറയാ കിളി വെട്ടിപ്പോയി, എന്താ പറയാ ഭയങ്കരമായിട്ട് കിളി പോയ ഒരു അവസ്ഥയായി. ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെയാണ് മൂപ്പരാള് വിചാരിച്ചതെന്ന് തോന്നുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ സമ്മതിക്കില്ല, പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറ്റില്ല, ഗബ്രില്ലാണ്ട് എനിക്ക് പറ്റില്ല, അയ്യോ എന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, അയ്യോ പറ്റില്ല, പോവല്ല, ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്, എന്നിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഗബ്രി കൂളായിട്ട് തന്നെ പറയുന്നുണ്ട്, നീ എന്തിനാ കരയുന്നത്, നീ വീട്ടിനകത്തോട്ടല്ലേ പോകുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും പറയും എനിക്ക് പറ്റില്ല, ഇനി ഞാൻ നീ ഇല്ലാണ്ട് എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ ഫുൾ കരച്ചില്ല. ജാസ്മിൻ ഭയങ്കരമായിട്ട് വീക്കായി. എനിക്ക് തോന്നുന്നു ജാസ്മിൻ ആണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ട് കുറച്ചും കൂടെ കൂടുതൽ ഗബ്രീനെ അങ്ങ് ഡിപ്പെൻഡ് ആയി പോയി. കാരണം എനിക്ക് തോന്നുന്നു അറിയാതാണെങ്കിൽ പോലും ജാസ്മിൻ ഗബ്രി എന്നൊരു ലോകത്തിൽ മാത്രമായി പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ എനിക്കൊരു ആക്ടിംഗ് ഒന്നും ഫീൽ ചെയ്തില്ല. അത് ശരിക്കും ജാസ്മിന്റെ ഉള്ളിൽ നിന്ന് വന്നൊരു സങ്കടം തന്നെയാണ്. കാരണം ഗബ്രിക്ക് എനിക്ക് തോന്നുന്നു അത്രമാത്രം ഒരു വിഷമം ഇല്ല. കാരണം ഗബ്രി എനിക്ക് തോന്നുന്നു ഗെയിമിന്റെ ഒരു ഇതിൽ മാത്രമാണെന്ന് തോന്നുന്നു ആ ഒരു കോംബോ സൃഷ്ടിച്ചത്. അതുകൊണ്ടായിരിക്കണം ഗബ്രിക്ക് അത്ര സങ്കടം വരാഞ്ഞത്. ഇനി അറിയില്ല, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ജാസ്മിൻ കരഞ്ഞുകൊണ്ട് പിന്നെ വീടിനകത്തോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഗബ്രീനെ ആണെങ്കിൽ കണ്ണൊക്കെ മൂടിക്കെട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് വീടിനകത്തോട്ട് പോകുമ്പോൾ വീട്ടുകാരൊക്കെ വിചാരിച്ചിരുന്ന പ്രാങ്ക് ആയിരിക്കും, കുറെ നാളായില്ലേ പ്രാങ്ക് ഒക്കെ കാണിച്ചിട്ട്, അപ്പൊ ഇത് പ്രാങ്ക് ആയിരിക്കും, ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് വരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജാസ്മിൻ കരഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ വീട്ടുകാരൊക്കെ എണീറ്റ് അയ്യോ ഗബ്രി എന്താ വെച്ചപ്പോ അവൻ പോയി, അവൻ ആക്ടിവിറ്റി ഏരിയന്ന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് അപ്പത്തേക്കും നമ്മുടെ റസ്മിന്റെ അടുത്തോട്ട് വന്ന് കെട്ടിപ്പിടിക്കുന്നത്. അപ്പൊ റസ്മിൻ അവിടെ ചിരിക്കണോ അതോ കരയണോ എന്നൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം റസ്മിനെ സംബന്ധിച്ച് ഇപ്പം ഗബ്രി പോകുന്നതിൽ റസ്മിന് സന്തോഷം തന്നെ ഉള്ളൂ. കാരണം അവർ ആ ഒരു ഇത് പിരിഞ്ഞു പോയല്ലോ.
അപ്പൊ ആ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ രശ്മി നിക്കണേ. ജാസ്മിൻ നീ ഉള്ളതുകൊണ്ട് കെട്ടിപ്പിടിക്കണമുണ്ട്. എന്നിട്ട് പിന്നെ അപ്പൊ കരയാനും വയ്യ ചിരിക്കാനും വയ്യാന്ന് പറഞ്ഞ പോലെ ജാസ്മിനെ കെട്ടിപ്പിടിച്ച് ഇരിക്കുന്നുണ്ട്. അല്ല വീട്ടുകാരെല്ലാരും വരുന്നുണ്ട്, അവനിപ്പോ വരും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാവരും വിചാരം ഇതൊരു പ്രാങ്ക് ആണ്, അവൻ പോവില്ല, അവൻ നല്ല ഗെയിമർ ആണല്ലോ, ഗെയിമറൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ച് നെഗറ്റീവ് ആയി പോയെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പുറത്ത് ഗബ്രിയെ ലാലേട്ടന്റെ അടുത്ത് വന്നു. ലാലേട്ടൻ ഇങ്ങനെ വീഡിയോ ഒക്കെ കാണിച്ചു. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇപ്പം പവർ റൂമിൽ നിന്ന് ഇറങ്ങണ്ടായിരുന്നു തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പത്തേക്കും ഗബ്രി ആദ്യം പറഞ്ഞിട്ട് ഇല്ല, എനിക്ക് പ്രേക്ഷകരുടെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പത്തേക്കും ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്നാലും ഇങ്ങനെയല്ലോ ചില വീക്കുകളിൽ ഒരാഴ്ച നോമിനേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഔട്ട് ആവുന്നത്. അപ്പത്തേക്കും പറയുന്നുണ്ട് അത് ശരിയാ, ഞാൻ ഒന്നും കൂടെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു, തോന്നുന്നുണ്ടായിരിക്കും വേണമെങ്കിൽ എന്താ പറയാ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്ത പോലെ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാലും സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം എന്ന് പറയുന്ന പോലെ അങ്ങനെ ഗബ്രി പറഞ്ഞിട്ട് പിന്നെ വീട്ടുകാരെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെ കാണിക്കുന്നുണ്ട്. അപ്പൊ വീട്ടുകാരെ കാണിക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് എനിക്ക് ആരുടെ അടുത്തും ദേഷ്യമൊന്നുമില്ല, സങ്കടവും ഇല്ല, എല്ലാവരുടെ അടുത്തും ഇഷ്ടം മാത്രമുള്ള, സ്നേഹം മാത്രമുള്ള എന്റെ എല്ലാ ഇതുകളും ഞാൻ അവിടെ പടി ഇറങ്ങിയപ്പോ അവിടെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും എല്ലാവരുടെ പേരും വിളിച്ചിട്ട് പറയുന്നുണ്ട്, എല്ലാവരും സ്നേഹം മാത്രമുള്ള നമ്മുടെ സിജോന്റെ അടുത്ത് പറയുന്നുണ്ട്. സിജോ പറഞ്ഞ പോലെ ഞാൻ പുറത്തായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജാസ്മിന്റെ പേര് അവിടെ സ്പെഷ്യലി എടുത്ത് പറഞ്ഞില്ല. അപ്പൊ അവസാനം ജാസ്മിൻ അത് പറയുന്നുണ്ട്, അവൻ എന്റെ പേര് പോലും പറഞ്ഞില്ല എന്നിട്ട് കരയുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതും പറഞ്ഞിട്ടാണ് പിന്നെ അടുത്ത കരച്ചില് റസ്മിന്റെ അടുത്ത് എന്റെ പേര് പറഞ്ഞില്ല, അതെന്താ പേര് പറയാഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫുള്ള് കരച്ചിലാട്ടോ. റസ്മിനെ പിടിച്ച് എന്നെക്കാട്ടിയും നല്ല ഗെയിമർ അല്ലേ, ഞാൻ ഇവിടെ ഒന്നുമല്ല, ഇവിടെ ബാക്കി എല്ലാവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൻ എന്ത് നന്നായിട്ടാ ഗെയിം ചെയ്യുന്ന, 100% നിന്നിട്ട് അവിടെ നിൽക്കുന്ന, പിന്നെ എങ്ങനെയാ അവൻ പോകുന്നത്, അവൻ തിരിച്ചു വരുമോ എന്നിട്ട് ചോദിക്കുന്നുണ്ട്. ഇതിനു മുന്നേ ആരെങ്കിലും വീഡിയോ കാണിക്കാണ്ട്, അതായത് നമ്മളെ കാണിക്കാണ്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഓൾറെഡി നമ്മൾ അഭിഷേക് പോയപ്പോ കാണിച്ചില്ലായിരുന്നു, പക്ഷെ അതൊന്നും അവരൊന്നും പറഞ്ഞില്ല. അപ്പൊ അവൻ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ. ഞാൻ ഇനി എന്തോ ചെയ്യും, ഞാൻ ഇനി രാവിലെ ആരുടെ മുഖം കാണും, പാട്ട് കേൾക്കുമ്പോ ഞാൻ ഇനി ആരുടെ ഫുഡ് കഴിക്കുമ്പോ ഞാൻ ആരുടെ മുഖത്ത് നോക്കും, ഇനി ഞാൻ അവിടെ എന്താ പറയാ, എനിക്ക് ചിരി വരുന്നുണ്ട്. ഞാൻ ഇനി അവിടെ ആരെ തോളിൽ ചാരാണ്, അതുപോലെ തന്നെ എനിക്ക് ആരെ കടിക്കാൻ പറ്റും, അതൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആയിരിക്കില്ല. ജാസ്മിൻ അവിടെ കിടന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സങ്കടപ്പെട്ട് വിഷമിക്കുന്നുണ്ട്. ഇടയ്ക്ക് ചിലപ്പോ എനിക്ക് സങ്കടം വരുന്നുണ്ട്, ഇടയ്ക്ക് എനിക്ക് ചിരിയും വരുന്നുണ്ട്. പക്ഷെ രണ്ട് ഡ്യുവലായിട്ടായിരുന്നു എനിക്ക് അവിടെ അനുഭവപ്പെട്ടത്. എന്തായാലും നോക്കാം. ജാസ്മിൻ എന്തായാലും അവിടെ ആകെ തളർന്ന് ഇരിപ്പുണ്ട്. ഇനി ജാസ്മിന്റെ ഗെയിം എന്താണെന്നൊന്നും അറിയത്തില്ല. ഇനി ചിലപ്പം ഗെയിം ചിലപ്പോൾ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അഥവാ ജാസ്മിൻ ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്തായി സംഭവിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഗബ്രിയുടെ പോക്കിൽ നടന്നത്. അപ്പോ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം, നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. കാരണം പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിച്ച ഒരു എവിഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഞാൻ ഹാപ്പിയാണ് എന്നതിലും. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു ഗബ്രി പോയതിൽ. കാരണം ജാസ്മിൻ അത് നല്ലതാണ്, അതുപോലെ തന്നെ ഒരു ഗെയിമിന് ഒരു മാറ്റം ഉണ്ടാവാനുള്ളതും ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, അതായത് ഗബ്രി പോയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ ജബ്രി കോംബോ അവിടെ തകർന്നതിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തായാലും നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇനി പുതിയ അപ്ഡേഷൻ ആയിട്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ വരാം. ബൈ.